ഗൈസ് നമ്മൾ ഡ്രാഗർക്ക് കാണാൻ വന്നതാ. പക്ഷെ അവിടെ അല്ലേ ഭൂലോക തിരക്ക്, നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ കുറേ ഇങ്ങോട്ട് പോന്നിട്ട് വണ്ടി എവിടോ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇതാണോ, ഇത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാമെന്ന് കരുതി. എന്നിട്ട് ബസ് കയറിയിട്ട് കുറച്ച് അവിടെ പോയി ഇറങ്ങാമല്ലോ. എന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഇതേപോലെ ബസ് എടുത്ത് ഇവിടെ വന്നിട്ട് വണ്ടി എടുത്ത് വീട്ടിൽ പോകാമെന്നാണ് നമ്മളെ പ്ലാന്. നല്ല കാറ്റാണ്, പക്ഷെ വെയിലും ഉണ്ട്, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. നമ്മൾ ബസ് വരുന്നേ കാത്തുക. ഇവിടുത്തെ ബസ്സിന്റെ ബോർഡാണിത്. ഇതിലുണ്ടാവും ബസ്സിന്റെ സ്ഥലവും ടൈമും ഒക്കെ. അപ്പൊ നമുക്ക് ബസ് വരണേ നോക്കി ബസ് വന്നിട്ട് നമുക്ക് ആ ഡ്രാഗറിൽ പോവാം. ഓക്കെ. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഡെൻമാർക്കിലെ തന്നെ ഫസ്റ്റ് ഫിഷിംഗ് പോർട്ട് എന്നറിയപ്പെടുന്ന ഡ്രാഗോർ പ്ലേറ്റ്സിലേക്കാണ്. ഈ സ്ഥലം വരുന്നത് കോപ്പൻഹേഗൻ എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരു അരമണിക്കൂറുള്ളൂ കാറിൽ. ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് പാർക്കിംഗ് ഇല്ല, കാരണം സമ്മറല്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ട്, ഒരുപാട് കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്, കുറച്ച് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് ആ വഴി പോണ ബസ് കിട്ടും, അപ്പോൾ ബസ്സിൽ കയറിയിട്ട് അതിൽ പോയിട്ട് ഇറങ്ങാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിൽ വന്ന് കയറിയത്. അപ്പോൾ നമ്മൾ ഡ്രാഗോർ പ്ലേറ്റ്സിലെത്തി. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടക്കാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ കാലത്തുള്ള പഴയ വീടുകളും പിന്നെ ബീച്ച് സൈഡും ഒക്കെ ആണ്. ആ പഴയ വീടുകൾ ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുകളൊക്കെ താമസമുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ ഡ്രാഗറിലെത്തി. ആ ബസ്സിൽ വന്ന് ഇറങ്ങി. ഇനി ഇതാണ് ഡ്രാഗറിലേക്കുള്ള ഓരോരോ വഴികളുണ്ട്, നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ കയറാം. ഇതൊക്കെ പഴയ കാലത്തെ വളരെ അതിപുരാതന കാലത്തെ വീടുകളും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും വീടുകൾ തന്നെയാണ് കേട്ടോ. ഓരോന്നും വിശദീകരിച്ച് കാണിച്ചു തരാം. ആക്ച്വലി ഈ വീടിൻ്റെ മുകളിലൊക്കെ നോക്ക്, ഇതൊക്കെ പുല്ലാണ്. തിരിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതെല്ലാം പുല്ലാണ്. അത്രയും പണ്ട് കാലത്ത് ഡാനിഷുകാർ ജീവിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വീടുകളിലാണ്. അതുപോലെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് അവരതുപോലെ തന്നെ ആ വീടുകളിൽ വീണ്ടും താമസിക്കാം. ഡെൻമാർക്കിൽ അങ്ങനെ തന്നെയാണ്, അവർ സസ്റ്റൈനബിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വീടുകളൊക്കെ കൈമാറി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അവർ ബിൽഡിങ്സ് പൊളിച്ച് പുതിയത് പണിയുന്നത് കുറവാണ്. പിന്നെ പുതിയതുണ്ടാക്കുന്ന ഫ്ലാറ്റ്സ് അങ്ങനത്തതൊക്കെ ടൗണിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പഴയ പോലത്തെ എല്ലാ സംഭവങ്ങളും അത് അവരവിടെ നിലനിർത്തും. ഇവിടെ ഈ കാണുന്ന വീടുകളൊക്കെ ഒരുപാട് കാലം മുന്നേ ഉള്ളതാണ്. 19-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ടിൽ വരെയുള്ള ബിൽഡിങ്സ് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ബീച്ചാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ബീച്ചിൽ വരാറുണ്ട്. ആയിരത്തി 1500-കളിൽ ഡെൻമാർക്കിലെ രാജാവ് രാജകൊട്ടാരത്തിലെ ആവശ്യങ്ങൾക്കായി പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാനായി ഹോളണ്ടിൽ നിന്ന് കുറേ കർഷകരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ അവിടുന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നത് ഈ സ്ഥലത്തായിരുന്നു. ഇവരായിരുന്നു ഡെൻമാർക്കിൽ ക്യാരറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഗൈസ് ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഭയങ്കര പഴയ സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം എത്ര രസം അറിയോ. എല്ലാം ചെടിയും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച് ആ ഗാർഡനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രാഗർ പ്ലേറ്റ്സ്. നല്ല ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ? ആ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേക ചെടി കേട്ടോ. ഇതെന്തോ പേഴ്സൊക്കെ പോലെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാലേ, എടുത്തു നോക്കിയാലോ? കണ്ടോ? ലൈക്ക് ദിസ്. ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ബീച്ചും
പിന്നെ ആളുകൾ ഫുൾ ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. സോ നമ്മൾ ഇവിടെയൊക്കെ ആളുകൾ ബോട്ടൊക്കെ കൊണ്ടുവന്ന് സമ്മർ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് ആളുകൾ വണ്ടിയിൽ ഇതാ വന്ന് ഇറങ്ങുന്നു, കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കുറേ നടന്നു. നമുക്കിനി ഭക്ഷണം കഴിക്കണം. നമ്മളൊരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ബ്രോഡ് വേണം, ഫിഷ് ആൻഡ് ചിപ്സ് വേണം, സ്പെയർ റിബ്സ് വേണം, സാലഡ് വേണം. ഇവിടെ വന്നപ്പോഴേ കണ്ടത് എന്താ പറയുക, ഒരുപാട് പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൾക്കാർ അവരെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് ഇവിടെ. അപ്പോൾ അത്രയും പ്രായമുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവരെ കാണാൻ നല്ല രസമാണ്. എന്താണെന്നോ, അവർ ശരിക്കും കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടും. പിന്നെ നമ്മളെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. അവർ ശരിക്കും കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇടും, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ആക്സസറീസ് ഇടും. എന്നിട്ട് ഇങ്ങനെ ട്രിപ്പാണ്, ഓരോരോ സ്ഥലങ്ങളിൽ പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, ലൈഫ് ഫുൾ ചിൽ. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർക്ക് വിട്ടുവീഴ്ച ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ നല്ല വ്യായാമവും, അതാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ കണ്ടാലൊന്നും അത്രയും പ്രായമുള്ളവർ തോന്നിക്കില്ല. മാത്രമല്ല അവർക്ക് ഒരുപാട് കാലം ജോലി ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 68 ആണ്. നമ്മളിനി പോർട്ട് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ പലതരം കച്ചവടങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു കോൺസെർട്ട് നടക്കുന്നുണ്ട്. കണ്ടോ, നേരത്തെ പറഞ്ഞ കാര്യം ഇത് കണ്ടോ, എത്ര പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ ചില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇതൊക്കെയാണ് മക്കളെ ലൈഫ്. ഇത് ഈ പഴയ ആൾക്കാരെ കാലത്തുള്ള ഏതോ ബാൻഡാണെന്നാണ് തോന്നുന്നത്. ഇനി കുറച്ച് നേരം നിങ്ങൾ ഡാനിഷ് കേട്ടു നോക്കി. Men det kommer der en lidt rocket, lidt tung rocket sang ud af her, som er അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ കണ്ടു, പെയിൻറ്റിങ്ങിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി കയറി.
Jeg ved ikke, det stopper et sted. Jeg ved ikke præcis. സോ ഇനി നമ്മൾ പോർട്ടൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഇതിൽ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ബോട്ടുകളുണ്ട്. കാരണം ഈ സമയത്ത് ഇവരെല്ലാവരും ഇതുപോലെ ബോട്ടൊക്കെ എടുത്ത് വന്ന് സമ്മർ എൻജോയ് ചെയ്യും. എന്താ വൈബ് എന്നറിയോ, നല്ല രസമുണ്ട്. പാട്ടും നല്ല ഫുഡിൻ്റെ മണവും പിന്നെ ഈ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കാൻ. ദാ ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന ആ പാലമല്ലേ, അതാണ് സ്വീഡനും ഡെൻമാർക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓറസുണ്ട് ബ്രിഡ്ജ്. അങ്ങനെ നടന്ന് വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും ഓരോ നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ബൈ പറയുകയാണ്. ബൈ ബൈ, ടാറ്റാ.